അറിയാതെ പറഞ്ഞുപോയ തെറ്റുകൾക്ക് രവി സീതയോട് മാപ്പ് പറയുന്നു. രവി രവി എന്താ ഇത്? സാരമില്ല. മതികലയോട് സ്നേഹം നടിച്ച് രവി പെരുമാറുന്നു. എനിക്ക് നിർബന്ധം, അതുകൊണ്ടാ. ഇപ്പഴാ രവിയേട്ട ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറിയത്. സീതയ്ക്ക് വിഷകന്യകാ യോഗമുള്ള ജാതകമായതിനാൽ ഭർത്താവ് വാഴില്ല എന്ന് പൂക്കോടി. ആ യോഗമുള്ള സ്ത്രീകൾക്ക് പുരുഷന്മാർ വാഴത്തില്ല. ആരുടെ കൂടെയൊക്കെ ജീവിച്ചാലും അവരൊക്കെ മരണപ്പെടും. ആശുപത്രിയിൽ പോകാനൊരുങ്ങിയ കുട്ടിമണിയെയും സീതയെയും പരിഹസിച്ച മതികലയെ രവി അടിക്കുന്നു. എന്ന് പറഞ്ഞ എന്റെ അമ്മ എല്ലാം തന്റെ അഭിനയമായിരുന്നുവെന്ന് മതികലയെ രവി വിശ്വസിപ്പിക്കുന്നു. നശിച്ചു പോട്ടു, എനിക്കിനി കൈ വേണ്ട. മയിലിനെ കാണാൻ പൊന്നമ്പലവും സന്താനവും വരുന്നു. ഓ, ഹലോ പൊന്നെ. പൊന്ന് കുന്തം, നിങ്ങളിത് എവിടെ പോയി കിടക്കുവോ മനുഷ്യ? വിശന്നിട്ട് മനുഷ്യന്റെ കുടല് കത്തുന്നു. ആണോ? എത്തി പൊന്നെ, ഞാൻ ഇപ്പൊ എത്തും. എന്നതാ വാങ്ങിച്ചത്? എന്റെ പൊന്നിന് ഇഷ്ടമുള്ളത് തന്നെ രവിയേട്ടൻ വാങ്ങി. ചപ്പാത്തിയും ചിക്കൻ കറിയും, ചില്ലി ചില്ലി. ശരി, അവിടെ ഇവിടെ താങ്ങി തൂങ്ങി നിൽക്കാതെ പെട്ടെന്ന് വാ ഇങ്ങോട്ട്. ഓ, വിശന്ന് കുടല് കരിയുന്നല്ലേ, ശരിയാക്കി തരാം. ഒരു പാക്കറ്റ് ഉപ്പ് വേണം. കല്ലുപ്പാണോ പൊടിയുപ്പാണോ? പൊടി പൊടി മതി. എത്രയാ? 10. മതിക്കുള്ള ചില്ലി ചിക്കനിൽ ഒരു പാക്കറ്റ് ഉപ്പ് പൊടിയും കൂടി ഇരിക്കട്ടെ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓ, വാങ്ങിച്ചോ? അതെ, ഇതൊക്കെ നല്ല കടയിൽ നിന്ന് തന്നെ ആണോ മേടിച്ചത്? എന്റെ പൊന്നിന് ഞാൻ നല്ല കടയിൽ നിന്നല്ലാതെ വേറെ എവിടെ മേടിക്കൂ? നിങ്ങളല്ലേ ആള്. നിങ്ങള് ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യും, ഏതെങ്കിലും ലോക്കൽ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുകയും ചെയ്യും. അങ്ങനെ പറയാതെ പൊന്നെ, ഞാനിപ്പോ ഇത് മേടിച്ചതേ ടൗണിലെ ഏറ്റവും സൂപ്പർ കടന്ന് മേടിച്ചത്. ഓ, വന്നല്ലോ ആർത്തി പണ്ടാരം. ആനയുടെ തലയാ കൊണ്ടുവന്നത്. അത്രയും വലിപ്പമൊന്നുമില്ലായിരുന്നു. കുഞ്ഞാട്ടാ, ചിക്കൻ കുഞ്ഞാട്ടാ, കൊടിയായിട്ടാ. ഞാനേ ഒത്തിരിയായി ചിക്കൻ തിന്നിട്ട്. കുഞ്ഞു കഴിച്ചും കൊടിയാ. അമ്മയും മോളും കൂടെ കൊതിച്ചോണ്ടിരുന്നാ മതി. ചിക്കനും ഇല്ല, കുക്കനും ഇല്ല, ഒരു കുന്തവും ഇല്ല. മനുഷ്യന് വാ പൊളിക്കാൻ സമ്മതിക്കരുത്. ഓർത്തി പണ്ടാരം, നാശം. വേണമെങ്കിൽ ഇത്തിരി കൊടുക്കാൻ മതി. എന്താ നിങ്ങൾക്ക് സെന്റിമെന്റ്സ് തോന്നിയോ പെങ്ങളോട്? അതല്ല, എന്റെ പൊന്നിന് കൊതി കിട്ടാതിരിക്കാനാ. കൊതി കിട്ടാതിരിക്കാനേ വേറൊരു വഴിയുണ്ട്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പോടി കൊതിച്ച് അപ്പുറത്ത്. ഇല്ല, വെറുതെ എന്റെ വായിൽ നോക്കി വെള്ളം ഇറക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ കഴിച്ചിട്ട് വല്ലത് മിച്ചം ഉണ്ടെങ്കിൽ ഞാൻ തരും. ഇച്ചിരി മതി കൊച്ചേച്ചി, ഒരു കാലിന്റെ പകുതി മതി. പെണ്ണെ, കാൽ മടക്കി ഞാൻ ഒറ്റ തൊടി വെച്ച് തരും. പറഞ്ഞേക്കാം, തരത്തില്ല എന്ന് പറഞ്ഞാൽ തരത്തില്ല. രവിയേട്ടാ, ഈ പെണ്ണോട് പോകാൻ പറ, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. നീ അവിടെ മര്യാദക്ക് പോയിരുന്ന രവിയേട്ടൻ കുറച്ച് തരാം. ഒരു ഇച്ചിരി ഇപ്പറ്റാണ്, ഞാൻ ഇപ്പൊ നോക്കോളാം. സമ്മതിക്കത്തില്ല അല്ലേ? ഈ മുളകുണ്ടല്ലോ, ഇതെടുത്ത് ഞാൻ നിന്റെ വയറ് തയ്ക്കും. നിന്റെ കുഞ്ഞുമണിയുടെ 2 കണ്ണും നീറി നീറി പൊട്ടിപ്പോവും. കാണോ നിനക്ക്? അല്ല പിന്നെ. ഇനി എന്റെ പൊന്ന് ഈ ചപ്പാത്തി ചില്ലി ചിക്കൻ കഴിക്കേ. ഇതെല്ലാം ഒറ്റയ്ക്കിരുന്ന് കഴിക്കണം, ഇവിടെ ആർക്കും കൊടുക്കരുത്. ഇരിക്കും പൊന്നെ, ഇരിക്ക്. രവിയേട്ടൻ എടുത്തു തരാം. നാശം. അല്ല, നിങ്ങൾ കഴിച്ചായിരുന്നോ? ഞാൻ അവിടുന്ന് കഴിച്ചു പൊന്നെ. അതൊക്കെ പിന്നെ ആദ്യമേ നടത്തുമല്ലോ. അതല്ല, ഇവിടെ വരുമ്പോ എന്റെ പൊന്നിനെ എനിക്ക് വിളമ്പി തരാമല്ലോ. ശരി ശരി, അങ്ങോട്ട് വിളമ്പ്. കഴിക്കേ. മതി മതി മതി. ഇന്നാണെങ്കി മുടിഞ്ഞ വിശപ്പാ, വയറാണെങ്കി കത്തി പോവുക. കഴിക്കു പൊന്നെ.
പൊന്നെ എനിക്ക് തരാനോ തിന്നാൻ ഇങ്ങനെ ഇരിച്ചു. ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം. അയ്യോ പൊന്നെ എന്ത് പറ്റി പൊന്നെ? എന്റെ മുത്തിന് എന്താ പറ്റിയേ? മുത്തിനും എന്നെ കൊണ്ട് നിങ്ങൾ പേര് പറയിപ്പിക്കരുത്. വായിൽ വെക്കാൻ കൊള്ളാത്ത സാധനം വാങ്ങിച്ചോണ്ട് വന്നിട്ട് നോക്കിക്കോ. നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. വിശപ്പിന്റെ വില നീ അറിഞ്ഞു തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഇതുപോലെ രുചികെട്ടതായിരിക്കും ഇനിയുള്ള ഓരോ ദിവസവും. ഇവിടെ നിന്നൊരു കൈസഹായം ചെയ്യുന്നതിന് പകരം അയാളുടെ ഒരു മുടിഞ്ഞ അമ്പലം ചുറ്റ് ഇപ്പൊ കൊണ്ടുവരും കൊട്ടക്കണക്കിന് പുണ്യം. പേടിപ്പിച്ച് കളഞ്ഞല്ലോ പെണ്ണെ. എന്നാ കാര്യം പറയാൻ വന്നാല് ഈ കുപ്പച്ചമ്മ ഇങ്ങനത്തെ വിത്തിരത്തെ വത്താനേ പറയത്തു. ആ ഞാനിനി വയസ്സാം കാലത്ത് എന്റെ സ്വഭാവം നേരെയാക്കാൻ പോവുക. നീ കാര്യം പറ പെണ്ണെ. അതെ, ഒരു വലിയ ശമ്പവൻ. ഏതവൻ? ഒരവനുമല്ല, ഒരു വലിയ ശമ്പവനെന്ന്. ഓ സംഭവം. ആ പറയ്, എന്താ സംഭവം കേക്കട്ടെ. അതെ, കൊച്ചേച്ചി ഉണ്ടല്ലോ, കൊച്ചേച്ചി ഷറിയിച്ചു. ഷറിയിച്ചെന്നെ. ഈ ബുദ്ധിയില്ലാത്ത അപ്പച്ചമ്മ എങ്ങനെയാണോ പറഞ്ഞ് മനസ്സിലാക്കുന്നേ. നോക്കിയോ ഞാൻ കാണിച്ചരാം. നേരാണോ പെണ്ണെ? പരുത്തിക്കാവിലമ്മേ, ഈ വീട്ടിലൊരു ഉണ്ണിക്കണ്ണം കൂടി വരാൻ പോവുകയാണോ? ആരാ? എന്നാ? നീ വാ പെണ്ണെ. പെണ്ണെ, ഞാൻ കേട്ടത് നേരാണോ പെണ്ണെ? എന്ത്? ഓ, കൊച്ചേച്ചി ഷറിയിച്ചില്ലേ? നേരാണോ പെണ്ണെ? നീ ഛർദിച്ചോ? ആ ഛർദിച്ചു. എന്താ ഇനി നിങ്ങളുടെ മുമ്പിൽ ഛർദിച്ച് കാണിക്കണോ? ഓ, നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ ചാടിക്കടിക്കാൻ നിൽക്കുന്നത്? ഇനിയിപ്പൊ ദേഷ്യവും ചാട്ടവും തുള്ളലും ഒക്കെ കുറയ്ക്കണം. ഒരുപാട് ശ്രദ്ധിക്കേണ്ട സമയമാ. എന്നാത്തിന്? ഒന്ന് ഛർദിച്ചതിന് ഒരുപാട് സൂക്ഷിക്കുന്ന എന്തിനാ? ആദ്യത്തേതാവുമ്പോ ഒരുപാട് സൂക്ഷിക്കണം, അതാ. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞാൻ ഛർദിക്കുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് തവണ ഛർദിച്ചിട്ടുണ്ട്. എന്നാലും ഇത്തരം ഛർദി ആദ്യമായിട്ടല്ലേ? നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ഇന്നെന്താ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചാണോ ഛർദിച്ചത്? ഇല്ല, കൊച്ചേച്ചി കൂളിംഗ് ഗ്ലാസ് ഒന്നും വെച്ചിട്ടില്ലായിരുന്നോ? നീ ഇറങ്ങി പോവേണ്ട എന്റെ മുറിന്ന്. നീ എന്തിനാ ഇവരെ വിളിച്ചോട്ട് ഇങ്ങോട്ട് വന്നത്? നിനക്കൊരു വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞത് ഞങ്ങൾക്ക് സന്തോഷമല്ലയോ കൊച്ച്? വിശേഷോ? എന്ത് വിശേഷം? ഓ, അവിടെ ഒരു നാണം കണ്ടില്ലയോ? ഒന്ന് പോവണ്ടേ? ആട്ടെ, ആരെയാ വേണ്ടത്? ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ? നിങ്ങളെന്താ പിള്ളേരെ പിടുത്തത്തിന് പോവുകയാണോ? ഇതേ പെണ്ണെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാലെ പിടിക്കുമ്പോ തോളിയെ കയറുന്ന സ്വഭാവം എടുക്കരുത് കേട്ടോ. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വന്നത് അറിഞ്ഞോണ്ടാ ഞാൻ ഓടി വന്നത്. എന്റെ വയറ്റില് കുഞ്ഞോ? വയറ്റിനകത്തല്ലാതെ പിന്നെ തലയ്ക്കകത്താണോടി കുഞ്ഞുണ്ടാവുന്നത്? നിങ്ങൾ വൃത്തികേട് പറയരുത്. ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിന് കുഞ്ഞുണ്ടാവുന്നത് ഏത് വകുപ്പിലാ കൊച്ചാ വൃത്തികേടാവുന്നത്? എനിക്ക് തൽക്കാലം കൊച്ചൊന്നും വേണ്ട. അയ്യോ, അപ്പൊ ഉണ്ടാക്കിയതിനെ കളയാൻ പോവാണോ? എന്നാ കുന്തുണ്ടായെന്നാ നിങ്ങൾ ഈ പറയുന്നേ? എന്റെ വയറ്റില് കുഞ്ഞുമില്ല, ഒരു കുരുപ്പുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലോ ചേച്ചി. കുഞ്ഞാവ വയറ്റിലുണ്ടോന്നൊന്ന് നോക്കിച്ചേ. ഞാനാണെങ്കിലേ കുഞ്ഞാച്ചൊരു പേര് വെച്ചു, പൊട്ടാസ്. പൊട്ടാസും ഇറങ്ങി വെളിയില്. അപ്പൊ ഗർഭമല്ലേ കൊച്ചേ? നീ ഛർദിച്ചെന്ന് കേട്ടപ്പോ ഞാൻ കരുതി രവിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവാണെന്ന്. ആ, ഈ ഛർദിലിന്റെ ഉത്തരവാദി നിങ്ങളുടെ ആങ്ങളയുടെ മോനല്ല, ടൗണിലെ ഹോട്ടലുകാരനാ. വൃത്തികെട്ടവളെ, നീ അത്രയ്ക്ക് കുഴപ്പക്കാരിയാണോടി? കാര്യം അറിയാതെ ചാടിയാലുണ്ടല്ലോ. നിങ്ങളുടെ രവിമോൻ എനിക്ക് മേടിച്ചോണ്ടുവന്ന കോഴിയാ എന്നെ ഛർദിപ്പിച്ചത്. അതെന്താ? കോഴി നിന്റെ അണ്ണാക്കി കൊത്തിയോ? മേടിച്ചു കൊണ്ടുവന്നതെല്ലാം ആ ടേബിളിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ പോയി എടുത്തു നിന്ന് ഛർദിക്ക്. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് വിശേഷം അങ്ങ് ആഘോഷിക്കാം. തീറ്റിപ്പണ്ടാരമ്മേ, ആർത്തിക്കാരി അവിടെ ഇരിപ്പുണ്ട്, ചിക്കനും ചുക്കനും ഒക്കെ. പോയി എടുത്ത് തിന്ന്. പിന്നെ നിനക്ക് വേണ്ടാത്ത തിന്നായിരിക്കല്ലേ അവള്?
വേണ്ട. ഞാൻ മുമ്പേ കുഞ്ഞോന് വേണോന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. ഓ നിന്റെ അല്ലേ മോള്, എങ്ങനെ ആർത്തി കുറയും? ഓ എന്റെ ദൈവമേ, ഇനി അതിനെ കൂടെ പേടിച്ച് വേണമല്ലോ ബാക്കിയുള്ളൊരു വാ പൊളിക്ക്. ഓ നീ അങ്ങനെ ഒരുപാട് പേടിക്കണ്ട. കുട്ടിമണിക്ക് വേണ്ടതെല്ലാം അവളുടെ ഭർത്താവ് മേടിച്ചു കൊടുക്കും. അതെ. ഓ എന്ത് കുന്തെങ്കിലും ചെയ്, എന്റെ മുറിയിൽ ഇറങ്ങി പോയെ, ഇറങ്ങി പോവാൻ. വാവനെ, വരുവാ. ഓന്റെ മോനെ പോ. ഓ പോയ. നിന്റെ ഭാര്യയുടെ ഗർഭം കാണാൻ പോയതാ. അവള് ഛർദിച്ചതേ ചിക്കന്റെ കുഴപ്പം കൊണ്ടാണെന്ന്. എന്ത് കുഴപ്പം? ചിക്കൻ കറിയില് ഒരുപാട് ഉപ്പായിരുന്നു. ഉപ്പ് കൂടിയ ചിക്കൻ കറി കഴിച്ചാലേ നിന്റെ ഭാര്യ ഛർദിക്കോ? നാണമില്ലടാ നിന്നെ കാണുന്നു പറഞ്ഞു കിടക്കാൻ. എന്താ പെണ്ണേ, വയറ്റുവേദനയാണോ? അയ്യോ പല്ലുവേദനയാണോ? പിന്നെ ചെവിവേദനയാണോ? പിന്നെ എന്തിനാ പെണ്ണെ നീ കിടന്ന് ചീറ്റുന്നത്? എന്റെ മാത്രം ചിക്കനാ ചുമ്മാടങ്ങ് പോയേ. ചിക്കൻ കരി ഇങ്ങോട്ട് മാറി വേണേ, എനിക്ക് വേറെ പണിയുണ്ട്. എനിക്കൊരു സങ്കടമില്ലേ? ഞാനിത് എങ്ങനെ സഹിച്ചാ? എനിക്ക് തന്നതുമില്ല. ഞാൻ ചോർക്ക് പോക്കുമ്പോ സങ്കടം വരുവാ, സഹിക്കാൻ പറ്റുന്നില്ല. ഓ എന്നാലും എന്തൊരു ഉപ്പായിരുന്നു. ഓ ഉപ്പെന്ന് പറഞ്ഞാൽ ഇതാണ് ഉപ്പ്. തല പെരുത്തുപോയി. അതിന്റെ കൂടെ എന്റെ പൊന്ന് ഛർദിക്കുന്ന കൂടെ കണ്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. സോറി പന്നെ. രവിയേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും? ആ കടക്കാരൻ നിങ്ങളുടെ മോന്ത കിട്ടുന്ന ഞാൻ തരും. നിങ്ങൾ വെട്ടി വിഴുങ്ങിയപ്പോ ഉപ്പുണ്ടായിരുന്ന മനുഷ്യ, ഉപ്പുണ്ടായിരുന്നു? അന്നേരം ഇത്ര ഉപ്പൊന്നും ഇല്ലായിരുന്നു പൊന്നെ. പിന്നെ എനിക്ക് കൊണ്ടുവന്നപ്പോ മാത്രം എങ്ങനെ ഇത്ര ഉപ്പ് വന്നു? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇനി നിങ്ങൾ മനഃപൂർവ്വം ഉപ്പ് വാരി ഇട്ടതാണോ? എന്റെ ബലമായ സംശയം അതാ. അങ്ങനൊന്നും പറയില്ല പൊന്നെ. രവിയേട്ടന്റെ ചങ്ക് പൊട്ടിപ്പോവും. എന്റെ പൊന്ന് വിശന്ന് തളർന്നിരുന്നപ്പോ എത്ര ആവേശത്തില് ഭക്ഷണം കഴിക്കാൻ ഇരുന്നതാ. അതിന്റെ ഇടയില് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു വീണ്ടും എന്റെ വിശപ്പ് കൂട്ടുവാണോ മനുഷ്യ? ഞാൻ പോയിട്ടേ വേറെന്തെങ്കിലും വാങ്ങിട്ട് വന്നാലോ? അയ്യോ വേണ്ട വേണ്ട. ഉപ്പ് തിന്നുകയും ഛർദിക്കുകയും കൂടെ ചെയ്തതോടെ മനുഷ്യന്റെ കുടല് പുറത്തു വന്നു. അതിന്റെ ഇടയില ഇനി തിന്നാൻ പോകുന്നത്. ഭക്ഷണത്തെ പറ്റി ഓർക്കുമ്പോ തന്നെ ഒരുമാതിരി തികട്ടി വരുവാ. എങ്കി പിന്നെ എന്റെ പൊന്നിന് ഒന്നും കഴിക്കണ്ട. വൈകുന്നേരം ഒരു കരിക്കും വെള്ളം കുടിച്ചാ മതി. പക്ഷേ ഞാൻ കഴിച്ചപ്പോ നല്ല ഒന്നാം തരം ചിക്കനായിരുന്നു. ഞാനാണെങ്കിൽ അതുകൊണ്ട് 2 പൊറോട്ട കൂടുതൽ അങ്ങ് കഴിച്ചു. പിന്നെ ഒരു ഫ്രഷ് ജ്യൂസും കുടിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ മനുഷ്യ നിങ്ങള്? മുടിഞ്ഞൊരു വർണ്ണന. എന്നാലും എന്റെ പൊന്നിങ്ങനെ കഴിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നത് രവിയേട്ടന് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനേ ഒരു പാട്ട് പാടി തരട്ടെ? വിശപ്പ് മാറാൻ നല്ലതാ. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അല്ലെങ്കിൽ വേണ്ട, മറ്റേ പാട്ട് പാടാം. ആ സാൾട്ട് ആൻഡ് പെപ്പറിലെ ചെമ്പാവ് പൊൻ. നിങ്ങളുടെ മുടിഞ്ഞൊരു മരണപ്പാട്ട്. ഇറങ്ങി പോ മനുഷ്യ അവിടുന്ന്. അല്ല, മതിയുടെ വിശപ്പ് മറക്കാൻ വേണ്ടി. ഇനി പാട്ട് പാടിയ നിങ്ങളുടെ നാക്ക് ഞാൻ പിഴുതെടുക്കും. ആവശ്യത്തിൽ കൂടുതൽ നീളമുള്ളൊരു നാക്ക് മതിക്കില്ലേ? ഇനി എന്റെ നാക്കൂടെ വേണോ? ഒരു രീതിയിലും സ്വസ്ഥത വരാത്ത പട. അതിന്റെ ഇടയിലാ ബാധക്കളവി ഗർഭവിശേഷം തിരക്കാൻ വന്നത്. അപ്പച്ചിമ്മ പറഞ്ഞു. പാവം ആശിച്ചു പോയി. ഞാൻ വല്ല തെറിയും വിളിച്ച് പറയും കേട്ടോ. അങ്ങനെ എന്റെ ഗർഭം കണ്ട് രസിക്കാന്ന് ആരും കരുതണ്ട. ശരീരത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിക്കും ഞാനില്ല. എന്റെ മതി അമ്മയാവുമ്പോഴാ ഒരു പെണ്ണിന്റെ ജീവിതം പൂർണ്ണമാകുന്നത്. അന്നേരമാ സൗന്ദര്യവും കൂടുന്നത്. എനിക്കിപ്പോ അങ്ങനെ സൗന്ദര്യം കൂട്ടണ്ട. അപ്പോ എനിക്ക് അച്ഛനാവാൻ പറ്റത്തില്ലേ? പോയി പള്ളിയിലച്ഛനാവും മനുഷ്യ. താടിയുണ്ടല്ലോ, ഒരു ലോഹയും തൊപ്പിയും കൂടി മതി. ഗർഭവിശേഷം തിരക്കാൻ വന്നേക്കുന്നു ലവലാദികള്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായില്ലേ മതി? ആർക്കും ആഗ്രഹം ഇല്ലാത്തത്? എനിക്ക് ആഗ്രഹം ഇല്ല. ഗർഭം, പ്രസവം, കുഞ്ഞിനെ വളർത്തൽ ഓർത്തിട്ട് തന്നെ വീണ്ടും ഛർദിക്കാൻ വരുമോ മനുഷ്യന്? മതിയുടെ അമ്മ ഇങ്ങനെ കരുതിയിരുന്നെങ്കിൽ മതി ഇപ്പൊ എവിടെ ഇങ്ങനെ കാണത്തില്ലായിരുന്നു.
നിങ്ങൾക്ക് വലിയ വർത്താനൊന്നും വേണ്ട, ഇറങ്ങി പോവിടുന്ന്. എനിക്കൊന്ന് കിടക്കണം. അല്ല മതി, ഒരു സംശയം. ഒരു ചിക്കൻ കറി കൂടെ മേടിക്കട്ടെ? ഇറങ്ങി പോവാനാ പറഞ്ഞത്. സ്വസ്ഥത തരാത്ത നാശം. ഓക്കെ, ഞാനായിട്ട് ഇനി മതിയുടെ സ്വസ്ഥത ഒന്നും കെടുത്തുന്നില്ല. അയ്യോ എന്താ മയിലും ഇത്രക്ക് ചിരിക്കാൻ? എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല രവിയണ്ണ. മതികളാക്കാവുക്ക് രവിയണ്ണ കൊടുത്ത ദണ്ഡന അത് സൂപ്പർ. ഫുഡ് മേടിച്ച് അതിനകത്ത് നിറയെ ഉപ്പിടാന്ന് വെച്ച ரொம்ப കഷ്ടം. ഒരു കഷ്ടവുമില്ല, അവളത് അർഹിക്കുന്നുണ്ട്. മതികളാക്കാവുക്ക് എന്തെങ്കിലും സന്ദേഹം തോന്നുമെന്നാ എന്റെ പേടി. ഒരു സംശയം തോന്നത്തില്ല. അവളുടെ മുമ്പില് പണ്ടത്തെക്കാൾ പൊട്ടനായിട്ടാ എന്റെ അഭിനയം. എന്നെങ്കിലും എല്ലാം പുറത്തു വന്ന വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണും. ഇതേ പഴയ രവിയല്ല. എന്തു വന്നാലും നേരിടാൻ തക്കവണ്ണം കഴിവും കാലിബറും പ്രാപ്തിയുമുള്ള പുതിയ രവിചന്ദ്രനാ. അപ്പപ്പപ്പപ്പപ്പാ, ആരാ ഇത്? പഴനിമല വേൽമുരുകനാ? ഞാൻ ആരാണെന്ന് മൈലമ്മയ്ക്ക് ഞാൻ കാണിച്ചു തരാം. എന്റെ ഭാര്യയും അവളുടെ വീട്ടുകാരെയും ചൂണ്ടുവിരലിൽ നിർത്തി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇനി ഈ രവിചന്ദ്രന്റെ ജീവിതം അതിനുവേണ്ടിയുള്ളതാ. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന്റെ ഭാവി നോക്കാൻ ഒരുപാട് ഇടത്തു പോയി. വല്യണ്ണൻ തന്നെ ഒരുപാട് ജ്യോത്സ്യന്മാരെ കണ്ടു. ഇത് അവസാനമാണ് ഇത്ര വലിയൊരു ജ്യോതിഷിയെ കാണാൻ പോകുന്നത്. എന്റെ കുഞ്ഞിന്, എന്റെ സീതയ്ക്ക് അവളുടെ ഭർത്താവിനൊപ്പം ആയുഷ്കാലം ജീവിക്കാനുള്ള അനുമതി തരണേ ദൈവമേ. പെങ്ങളെ, ആ വല്യണ്ണ, എന്നാ പെങ്ങളെ കൊച്ചിന്റെ ജാതകം. വല്യണ്ണം വരുന്നില്ലേ? ആ, പെങ്ങളും നകലിനും കൂടെ പോയിട്ട് വാ, ഞാൻ ഇവിടെ നിൽക്കാം. നകലൻ ഓട്ടോ വിളിക്കാൻ പോയിട്ടുണ്ട്. അതെന്താ വല്യണ്ണം വരാത്തത്? എടീ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ 1-2 ജോത്സ്യന്മാരെ കണ്ടില്ലേ. അമ്മായിയെ ഒരുങ്ങിയോ? പോവാം. ആ, പോയിട്ട് വാ. അല്ല, പിതാശ്രീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ലടാ, നിങ്ങൾ പോയിട്ട് വന്നാ മതി. എനിക്ക് പറമ്പിൽ കുറച്ച് പണിയുണ്ട്. അല്ല, നിങ്ങളല്ലേ ജ്യോത്സ്യന്മാരുടെ അപ്പോസ്തലൻ. അപ്പൊ പിന്നെ നിങ്ങൾ വരാതെ എങ്ങനെ ശരിയാവും? എടാ, ഞാൻ വന്നോളാം. നീ തൽക്കാലം നിന്റെ അമ്മായിയും കൊണ്ട് പോകാൻ നോക്ക്. ചേട്ടാ പോയിട്ട് വേറെ ഓട്ടോ ഉണ്ടേ. അമ്മായി വാ, ഓട്ടക്കാരൻ കിടന്ന് കയറ് പൊട്ടിക്കാൻ തുടങ്ങി. ആ പിന്നെ അവിടെ ചെന്ന് കവടി നിർത്താൻ പറയാം ഇനി എന്തൊക്കെ കൊനഷ്ടുകളാ ഉള്ളതെന്ന്. വാ അമ്മായി. പോയിട്ട് വരാം. ചെല്ല്. ദൈവമേ, ഈ ജാതകദോഷമെന്ന് പറഞ്ഞാ ആർക്കും വെള്ളം തൊട്ടൊന്നും മായ്ക്കാൻ പറ്റത്തില്ല, അനുഭവിച്ചേ തീരൂ. സീതയുടെ ജാതകദോഷം കൊണ്ട് ബാലൻ എന്തെങ്കിലും സംഭവിച്ചാ അതെനിക്ക് ചിന്തിക്കാൻ വയ്യാത്തതാ. എന്റെ അമ്മായി ഒന്നും മിണ്ടാതിരിക്കേ. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഓരോ തോന്നലുകളാ. നകുലിന് അങ്ങനെയൊക്കെ പറയാം, എനിക്കങ്ങനെ സമാധാനിക്കാൻ പറ്റുമോ? സീതയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമമില്ലെന്നാണ് അമ്മായി പറയുന്നത്. സീതയുടെ ജാതകത്തില് ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സത്യമായിട്ടും എനിക്ക് അറിയത്തില്ലായിരുന്നു നകുല. ഇതിപ്പോ വല്യണ്ണം പോയി ഓരോ ജ്യോത്സ്യരെ കാണിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും പറയുന്നത് കേട്ടപ്പോ വല്ലാത്ത ഒരു പേടി. അതുകൊണ്ടാ ഞാനായിട്ട് ഒരാളെ കാണാൻ ഇറങ്ങിയത്. അമ്മായി നോക്കിക്കോ, ഇപ്പൊ ഈ കാണാൻ പോകുന്ന ജ്യോത്സ്യനെ മിടുമിടുക്കനാ. പുള്ളി വന്ന് ജാതകം നോക്കിയിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോ തീർന്നില്ലേ? അതോടെ തീരത്തില്ലേ അമ്മായിയുടെ സ്വസ്ഥതക്കേടും പ്രശ്നങ്ങളും? നകുലം പറയുന്നത് പോലെ നടന്നാ മതിയായിരുന്നു. അതെ, നിങ്ങൾ അകത്തേക്ക് വിളിക്കുന്നു. അമ്മായി വാ. ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. ഇനി ഒരു നോക്കട്ടെ. ഈ പറയുന്ന ആളുടെ ഭർത്താവ് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ട്. എങ്കിലും അതൊരു മഹാ അത്ഭുതമായിട്ടേ പറയാൻ കഴിയത്തുള്ളൂ.
ഈ കുട്ടിക്ക് ഭർത്താവ് വാഴത്തില്ല. ഭർത്താവിനൊപ്പം ഈ കുട്ടി താമസിച്ചാൽ അയാളുടെ മരണം തീർച്ചയാണ്. വിഷകന്യകാ യോഗമുള്ള ജാതകമല്ല, ജ്യോതിഷം ശാസ്ത്രമാണ്. അത് തെറ്റത്തില്ല. ഇതിന് പരിഹാരമൊന്നുമില്ല ജോത്സനെ. പരിഹാരമെന്ന് വെച്ചാൽ പ്രാർത്ഥനയാണ്. നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. മകളുടെ ഭർത്താവിന്റെ പേരിൽ മൃത്യുഞ്ജയാർച്ചന കഴിക്കുക. പ്രാർത്ഥന കൊണ്ടും ശിവഭക്തി കൊണ്ടും ആയുസ് നീട്ടിയെടുത്തയാളാ മാർക്കണ്ഡേയൻ. അതുപോലെ ഭഗവാൻ ശിവനെ അഭയം പ്രാപിക്കുക. പരിഹാരം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. എത്രേ? 100 രൂപ. എന്തു പറ്റി പെങ്ങളെ? എന്തിനാ കരയുന്നത്? ജോത്സ്യൻ എന്തു പറഞ്ഞു? എന്റെ കുഞ്ഞിന്റെ ജീവിതം തീർന്നു വല്ലേണ്ട. ഈ ജന്മത്ത് അവൾക്ക് സ്വസ്ഥത വിധിച്ചിട്ടില്ല. കരയാതെ കാര്യം പറ. കാര്യം ഞാൻ പറയാം. ആ ജോത്സരി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മായിയെ വെറുതെ പേടിപ്പിച്ചു. വേണ്ടാത്ത കാര്യങ്ങളൊന്നും അല്ല. സീതയുടെ ജാതകത്തിലെ ഓരോ കാര്യങ്ങളും വരവണ്ണം തെറ്റാതെ അദ്ദേഹം പറഞ്ഞത്. പണ്ട് പത്മനാഭ പണിക്കർ പറഞ്ഞതുപോലെ തന്നെ എന്റെ കൊച്ചിന് ഭർത്താവ് വാഴത്തില്ലെന്ന്. പിന്നെ ഏതെങ്കിലും പണിക്കരും കുറിപ്പുമൊക്കെയല്ലേ ഇവിടെ മറ്റുള്ളവരുടെ ജീവിതം തീരുമാനിക്കുന്നത്? ജോത്സ്യരെ കാണാൻ പോകണ്ടെന്ന് ഞാൻ ഇതുകൊണ്ടാ പറഞ്ഞത്. അവര് വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയും. അത് കേൾക്കാനും പേടിക്കാനുമായിട്ട് ഇവിടെ ചിലര്. എടാ, ജോത്സ്യം എന്ന് പറയുന്നത് ശാസ്ത്രമാ. കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞാലല്ലേ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റൂ. ആ എന്നാ പിന്നെ പരിഹാരം ഉണ്ടാക്ക്. പെങ്ങളൊന്ന് കരയുന്നുണ്ടില്ലേ? എങ്ങാണ്ട് കൂടി പോയ പത്മനാഭ പണിക്കരെ പിടിച്ചു നിർത്തി അയാൾ പറഞ്ഞ വിശേഷവും കേട്ട് അതെല്ലാം കൂടി ഇവിടെ വിളമ്പി മൊത്തത്തിൽ കുളമാക്കിയപ്പോ നിങ്ങൾക്ക് തൃപ്തിയായല്ലോ. എടാ, ഞാൻ എന്ത് ചെയ്തു? സീതയെന്ന് പറയുന്നത് എന്റെ മോളാ. അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷം വരുമെന്ന് ഞാൻ അറിയണ്ടേ? അറിഞ്ഞല്ലോ. ഇനി നിങ്ങൾ പരിഹാരം പറ. നകുല, നീ വല്യണ്ണനോട് ദേഷ്യപ്പെടാതെ. വല്യണ്ണൻ പണിക്കരെ കണ്ടതുകൊണ്ടല്ലേ നമുക്ക് വേറെ 1-2 ജോത്സ്യരെ കാണാൻ പറ്റിയത്. അമ്മായിക്ക് അതുകൊണ്ട് കരയാനും പറ്റി. പെങ്ങളെ, ഈ ജോത്സ്യൻ എന്താ പറഞ്ഞത്? വല്യണ്ണൻ രണ്ടാമത് കണ്ട ജോത്സ്യര് പറഞ്ഞത് തന്നെ ഇദ്ദേഹവും പറഞ്ഞു. ബാലന്റെ ജീവൻ അപകടത്തിലാണെന്ന്. അതിന് പരിഹാരമൊന്നും പറഞ്ഞില്ലേ ഇങ്ങേര്? ഇങ്ങേര് വലിയ കൊടികെട്ടിയ ജോത്സ്യനല്ലോ. പരിഹാരം എന്ന് പറഞ്ഞ ബാലനും സീതയും ഒരുമിച്ച് താമസിക്കരുതെന്ന് പറഞ്ഞു. താമസിച്ച ബാലന് മരണം നിശ്ചയമാണെന്ന്. എനിക്ക് സീതയോട് പറയാൻ പറ്റുമോ അവളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കാൻ? അമ്മായി, ആവശ്യമില്ലാത്ത ഒന്നും എടുത്തു ചാടി ഇപ്പൊ ചെയ്യണ്ട. എന്ത് വേണമെന്ന് നമുക്ക് വഴി ആലോചിക്കാം. തൽക്കാലം പോയി വല്ല കഞ്ഞിയോ വെള്ളം കുടിക്കാൻ നോക്കും. ആ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിലേ മിണ്ടാതിരുന്നോളാം കേട്ടോ. ചുമ്മാ ഓരോന്ന് പറഞ്ഞ് അമ്മായിയെ പേടിപ്പിക്കരുത്. വല്യണ്ണ, നമുക്ക് നാളെ തന്നെ വയലോരം വീട് വരെ ഒന്ന് പോണം. എനിക്ക് എന്റെ കൊച്ചിനെ ഒന്ന് കാണണം. ആ പോവാ, നീ വാ വന്നേ. അതെ വല്യേച്ചി, എന്നതാ ഈ എത്തി നോക്കുന്നേ? ഇങ്ങനെ എത്തി നോക്കണേ എന്നാ? അതെ, ഇന്ന് വല്യേച്ചിയുടെ വീട്ടിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോഞ്ഞു? നകുലേട്ടൻ വിളിച്ചായിരുന്നു. ഏത് കുലേട്ടൻ? കുലേട്ടനല്ല എന്റെ കുട്ടിമണി, നകുലേട്ടൻ. ഓ, ആ ദുഷ്ടനാ? അയ്യോ, ദുഷ്ടനൊന്നും അല്ല, പാവമാ. കുട്ടിമണി ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാ ഇപ്പോ. എന്നെ ഭയങ്കര ഇഷ്ടാണോ? അപ്പൊ എന്റെ മനസ്സിനെ ഇഷ്ടാണോ? ആ, മനസ്സിജനെ ഇഷ്ടവാ. അപ്പൊ എന്റെ കുഞ്ഞനെ ഇഷ്ടാണോ? ആ, കുഞ്ഞുമണിയെ ഇഷ്ടവാ. ആ, എന്നെ കുഞ്ഞനെ ഇഷ്ടമല്ലാരാണെങ്കിൽ എനിക്ക് ഇഷ്ടം. അല്ല, ഇന്ന് വരുമെന്ന് പറഞ്ഞായിരുന്നോ? ആ, പറഞ്ഞായിരുന്നു. ആണോ? അപ്പൊ എനിക്ക് ഗഡമുട്ടായി കൊണ്ടുവരോ? ആ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആണോ? എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാരും നല്ലവരാ. എനിക്ക് മുട്ടായി തരുന്ന എല്ലാരും നല്ലവരാ. അല്ലാത്തവരെല്ലാം ഭയങ്കര ദുട്ടന്മാരാണേ. കുട്ടിമണിയോട് എല്ലാവർക്കും ഇഷ്ടമല്ലേ? കുട്ടിമണിക്ക് ഗതമുട്ടായി കൊണ്ടുവരും, മുട്ടായി കൊണ്ടുവരും, മുറുക്ക് കൊണ്ടുവരും, അച്ചപ്പം കൊണ്ടുവരും, ഉണ്ണിയപ്പം കൊണ്ടുവരോ? നെയ്യപ്പം? ആ, എല്ലാം കൊണ്ടുവരും.
ആ, ദേ. ആ പെണ്ണ് നോക്കി നിൽക്കുമായിരുന്നോ? അമ്മാമ്മേ, അതെ ഗടമുട്ടായി വേണോ? ഗടമുട്ടായി ആ ഇന്ന് ഗതമുട്ടായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ, പിടിച്ച്. അയ്യോ തങ്കു തങ്കു. എന്താടി സുഖല്ലേ? ആ സുഖം തന്നെ നഗലേട്ടാ. അമ്മയുടെ മുഖത്ത് എന്താ ഒരു വല്ലായിക? എന്തു പറ്റി? അവക്ക് ലോ പ്രഷർ അല്ലയോ? ലോ പ്രഷർ, അതിന്റെ ആ ക്ഷീണം. ആ അതാടി. നിനക്ക് സുഖമല്ലേ മോളെ? സുഖ. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതാ ഞാൻ വന്നത്. കാര്യമൊക്കെ അങ്ങോട്ട് കേറിയിട്ട് ആദ്യം വീട്ടിലോട്ട് കയറ്, എന്നിട്ടല്ലേ കാര്യം. അതെ അതെ, വീട്ടിലോട്ട് കയറ്, എന്നിട്ട് നല്ലൊരു ഗംഭീരം കുച്ച. ഗംഭീരോ? അവള് സംഭാരം എന്ന് പറയുന്നതാ. അവൾ അതിനിട്ടിരിക്കുന്ന പേരാ ഗംഭീരം. അത് കൊള്ളാമല്ലോ. എന്നാ പിന്നെ ഒരു ഗംഭീര സംഭാരം എടുത്തോ. ആ ശരി. വാ വാ വാ, എല്ലാരും വാ, പെട്ടെന്ന് വാ. ആ വാ, കേറി വാ, കേറി വാ. വാ അമ്മാമ്മേ. നകുലേട്ടാ ഇരിക്ക്. ഇച്ചേ ഇച്ചേ മോളെ വന്നേ. ഇച്ചേ. ഓ, എന്നാ മുടിഞ്ഞ ചൂടാ അല്ലേടാ? നിങ്ങൾക്ക് പിന്നെ എപ്പോഴും ചൂടല്ലേ? എനിക്ക് അങ്ങനെ ഭയങ്കര ചൂടായിട്ടൊന്നും തോന്നില്ല. ഇന്നലെ അല്ലയോ മഴ പെയ്തേ? ഇന്നലെ മഴ പെയ്തു. എപ്പോ? നിങ്ങൾ വൈകിട്ട് ഷാപ്പിൽ കയറിയിട്ടാണോ വന്ന് കിടന്നുറങ്ങിയ? ഞാൻ ഷാപ്പിലൊന്ന് കേറിയെന്നേ ഉള്ളൂ, ഇത്തിരി കപ്പയും മീൻകറിയും കഴിക്കാൻ. അയ്യടാ, കപ്പയും മീനും കഴിക്കാൻ ഷാപ്പിൽ കയറിയിരിക്കുന്നു. നിങ്ങൾ കള്ളു കുടിച്ചില്ല? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അന്തിക്കള്ള്. ഒരു ഗ്ലാസ് അന്തിക്കള്ള്? നിങ്ങൾ ഇന്നലെ 3 കുടം കള്ളു കുടിച്ചെന്നാ എനിക്ക് ഷാപ്പിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. ഇവിടെ വെച്ച് എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത് കേട്ടോ. തന്തമാരെ സെർച്ച് ചെയ്യാൻ നടക്കുന്ന മക്കള്. ഗരമുട്ടായി വേണോ? ഗരമുട്ടായി എനിക്ക് വേണ്ട മോളെ, മോള് കഴിച്ചോ. വേണ്ടേ? എന്നാ നാട്ടിനോ? എന്താ അമ്മ ഇത്ര അത്യാവശ്യമായിട്ട് പറയാനുള്ളത്? എടി അത് മോള് അപ്പുറത്ത് പോയിരുന്ന് കഴിച്ചോളാവോ? വല്യേച്ചിയുടെ അമ്മ വല്യേച്ചിയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഓടി വരാം. എനിക്കും കാര്യം കേക്കണം. കുട്ടിമണി, ഇതേ വലിയവര് കേൾക്കേണ്ട കാര്യവാ. ഇതൊന്ന് കേട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മോളുടെ അടുത്തോട്ട് വന്നോളാം. വരണേ? വന്നോളാന്നേ. മോള് പോയിട്ടേ ഈ ഗതമുട്ടായൊക്കെ ഇങ്ങ് തിന്നു. ശരി ശരി ശരി, ഞാൻ കഴിച്ചാവേ. എന്താ അമ്മേ? അമ്മേ എന്താ എന്താ കാര്യം? എന്റെ പൊന്നു മോളെ, നിന്റെ വിധി ഇങ്ങനെയായി പോയല്ലോ. അതോർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ലടി. എന്റെ വിധിയോ? അമ്മ എന്തായി പറയുന്നത്? കഴിഞ്ഞ ആഴ്ച വല്യണ്ണൻ നിന്റെ ജാതകം എഴുതിയ പത്മനാഭ പണിക്കർ റോഡിൽ വെച്ച് കണ്ടായിരുന്നു. എന്നിട്ട്? നിന്റെ ജാതകത്തിലെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ജ്യോത്സ്യര് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടുപേരെ ഞങ്ങള് വേറെയും പോയി കണ്ടു. എന്തിനാ ഈ ജ്യോത്സ്യന്മാരുടെ പുറകെ നടക്കുന്നത്? വരാനുള്ളത് വരാനുള്ള പോലെ വരും, അതങ്ങോട്ട് അനുഭവിക്കും, അത്രയല്ലേ ഉള്ളൂ. എന്നാലും നമുക്കങ്ങനെ സമാധാനിക്കാൻ പറ്റുമോടി? നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നറിയണ്ടേ? അമ്മ കാര്യം പറ. ഞാൻ പറയുമ്പോ എന്റെ മോള് വിഷമിക്കരുത്. ഇല്ലമ്മേ, പറ. എന്താന്ന് വെച്ചാ പറ. എനിക്ക് ശ്വാസം മുട്ടുന്നു. ഒന്നാമത് എനിക്ക് വയ്യ, അറിയാലോ. നിനക്ക് ഭർത്താവിന്റെ കൂടെ ഒരു ജീവിതം സാധ്യമല്ലെന്നാ അവരെല്ലാവരും പറയുന്നത്. എന്നുവെച്ചാ നിന്റെ ജാതകത്തിൽ വിഷകന്യക യോഗം ഉണ്ടെന്ന്. അതെന്താ? അത് നിനക്ക് ഭർത്താവ് വാഴത്തില്ലെന്ന്. കേട്ടപ്പോ സത്യമല്ലേടി? ആദ്യത്തെ ഭർത്താവ് അങ്ങനെ പോയില്ലേ? ബാലനുമായിട്ട് വേർപെട്ട് ജീവിക്കേണ്ടി വന്നില്ലേ? നകുലനുമായിട്ട് ഒരു കല്യാണത്തിന്റെ വക്കുവരെ എത്തിയില്ലേ? അമ്മേ, ഇപ്പൊ എന്താ പറയുന്നത്? നീ ബാലന്റെ കൂടെ താമസിച്ചു കഴിഞ്ഞ ബാലന് ആയുസ്സുണ്ടാവില്ലെന്ന്. ബാലന് ആയുസ്സുണ്ടാവണമെങ്കിൽ നിങ്ങൾ വേർപെടണമെന്ന്, വേർപെട്ട് താമസിക്കണമെന്ന്. നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഓരോ നിമിഷവും ബാലന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. എന്റെ പൊന്നുമോളെ, അമ്മ എന്ത് ചെയ്യുവടി?
എന്റെ മോളോട് ഭർത്താവിനെ വിട്ടുവന്ന് താമസിക്കാൻ പറയാൻ പറ്റുമോ? ബാലനങ്ങ് ചത്തുപോട്ടെ എന്ന് കരുതാൻ പറ്റുമോ? ഇല്ലല്ലോ. അമ്മേ, എന്താണെന്ന് എനിക്കറിയത്തില്ല. നിന്നോടിത് പറയാതിരിക്കാനും പറ്റത്തില്ല. ഇനി നീയായിട്ട് എന്തെങ്കിലും ആലോചിക്കും. അമ്മയുടെ അഭിപ്രായം പറഞ്ഞ നീ വീട്ടിൽ വന്ന് നിക്കണം. അപ്പോ നീയും ബാലനും അകന്ന് താമസിക്കുന്നതിന് തുല്യമല്ലേ? ബാലൻ ഭർത്താവിന്റെ സ്ഥാനത്തൊന്നും മാറുന്നുമില്ല. നിങ്ങൾ തമ്മിൽ വേർപിരിയുന്നുമില്ല. നീ നിന്റെ വീട്ടിൽ നിൽക്കുന്നു, ബാലൻ ഇവിടെ നിൽക്കുന്നു. അങ്ങനെ വരുമ്പോ ചിലപ്പോ ഈ ദോഷം ഇല്ലാതായി പോവും. അങ്ങനെയാ ജോത്സ്യര് പറഞ്ഞ്. അമ്മേ, അതെങ്ങനെ? അതൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയാണ് കണ്ടത്. ഈ കാര്യമാണ് ജ്യോതിഷത്തിൽ തെളിഞ്ഞത്. അതാണ് എന്റെ മോളോട് അമ്മയ്ക്ക് പറയാനുള്ളത്. ഇനി എന്റെ മോൾ ആലോചിച്ച് തീരുമാനിക്കും. അതെ, ഇതുവരെ ആ ശമാനം കഴിഞ്ഞില്ലേ? ചോറ് വെച്ചണ്ടേ? നിങ്ങൾ ഇങ്ങനെ പോയിട്ട് എന്ന് വർത്താനം പറഞ്ഞാൽ മതിയോ? രണ്ടുപേരും കൂടെ പോയിട്ട് ഇന്ന് കഴിവായിരുന്നല്ലേ? ഞങ്ങൾ കരഞ്ഞൊന്നുമില്ല മോളെ. എന്നാ പിന്നെ നമുക്ക് ചോറ് തിന്നാം. വീടിന്റെ വരണോക്ക് ഭക്ഷണം കൊടുക്കണോന്ന് വല്യച്ഛനല്ലേ എപ്പോഴും പറയുന്നേ. നമുക്ക് ചോറ് ഉണ്ണാ വല്യച്ഛമാ. ചോറിനാവേ. എന്നാ പിന്നെ ഞാൻ കൈയൊക്കെ കൈ ഡെറി ആയിട്ടിരിച്ചാ. കുഞ്ഞുനെ ഞാൻ കൈ കഴിവാ ഭക്ഷണം കഴിച്ചണ്ടേ? എന്താന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കാം അമ്മേ. ബാലന് മാത്രം ഒന്നും സംഭവിക്കാൻ പാടില്ല. അമ്മവാ. അതെ അതെ, വിളമ്പിച്ചോ. എന്റെ ഈ പാത്രം നിറച്ചു അങ്ങ് വിളമ്പിച്ചോ. വീട്ടെ മതിയോ? പോരട്ടെ. ആഹാ, ദുഷ്ടനാണോ ഇപ്പൊ കുട്ടിമണിക്ക് വിളമ്പുന്നത്? ദുഷ്ടൻ, രാക്ഷസൻ, അങ്ങനെ എന്തൊക്കെ പേരായിരുന്നു നകുലേട്ടന്. ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഈ കുലേട്ടനെ പാവ. കുട്ടിമണി കുലേട്ടനല്ല, നകുലേട്ടൻ. ഞാൻ കുലേട്ടൻ എന്നെ വിളിച്ചു. അവൾ എന്തെങ്കിലും വിളിക്കട്ടെ മോളെ. കുലേട്ടൻ, നല്ല പേര്. ഇനി ഞാനും ഇവനെങ്ങനെ വിളിക്കത്തുള്ളൂ. കുട്ടിമണി വിളിക്കുന്നതായിട്ട് നിങ്ങൾ വിളിക്കാൻ വന്നാലേ നിങ്ങളുടെ മണ്ട അടിച്ച് പൊട്ടിക്കും ഞാൻ. തന്തപ്പടിയാണെന്ന് നോക്കത്തില്ല ഞാൻ. തന്തയുടെ തലതല്ലി പൊട്ടിക്കുമെന്ന് പറയുന്ന മകനോ? അഹങ്കാരി. നിന്നെ ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ വെച്ച് തല്ലിക്കൊല്ലേണ്ടതാ. പിന്നെ തല്ലിക്കൊന്നു. നിങ്ങളെ പോലുള്ള വിവരം കെട്ട തന്തമാർക്കിട്ട് മക്കള് രണ്ടെണ്ണം തന്ന ലോകം അഭിമാനിക്കത്തേ ഉള്ളൂ. അതാണ് ന്യൂ ജനറേഷൻ. പിന്നെ നിന്റെ ന്യൂ ജനറേഷൻ, നിന്റെ മുടിഞ്ഞൊരു ന്യൂ ജനറേഷൻ. എടാ, നീയൊക്കെ ന്യൂ ജനറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് നിന്റെയൊക്കെ തന്തയെന്നുള്ള ഓൾഡ് ജനറേഷൻ അല്ലേ? അതേപറ്റി നീയൊക്കെ എന്താ ഒന്നും പറയാത്തത്? എന്റെ വല്യണ്ണ ഒന്നും മിണ്ടാതിരിക്കെ. ആഹാരം കഴിക്കുമ്പോഴും വഴക്ക്. അതെ, ഊണുമേശയിൽ യുദ്ധം വേണ്ട. ആഹാ, ഇവിടെ സർവാണി സദ്യയാണോ? കൊള്ളാലോ. എന്താ, കലമോൾക്ക് വേണോ? എനിക്ക് വേണ്ട. വഴിയെ പോണവരെല്ലാം വിളിച്ചിരുത്തി സൽക്കരിക്കുന്നത് കാണാൻ വേണ്ടി വന്നതാ. വഴിയെ പോകുന്നല്ലോ. ആരടി നിന്റെ തന്ത എന്നല്ല ഇവിടെ ഇരിക്കുന്നു? എന്റെ വീട്ടുകാരെ പറ്റി ആവശ്യമില്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടു. എങ്കിൽ അതുപോലെ തന്നാടി ഇവിടെ ബാക്കിയുള്ളവരും. ഇവിടെ ആരാടി വഴിയെ പോയവര്? ആരാ പോയത്? പറയടി. നകുലേട്ടാ, അവിടെ പോയിരുന്ന് കഴിക്കും. മതികലയ്ക്കോ വിവരമില്ല. അതിനനുസരിച്ച് നകുലേട്ടൻ കൂടെ നിക്കല്ലേ? പിന്നെ എനിക്ക് വിവരമില്ല പോലും. ഞാൻ നല്ല ഒന്നാം തരമായി കോളേജിൽ പോയി പഠിച്ച ആളാ. എന്റെ പൊന്നു കലമോളെ, കോളേജിൽ പഠിച്ചോണ്ട് വിവരം വെക്കുമെന്ന് കലമോളോട് ആരാ പറഞ്ഞേ? കോളേജിലല്ല, നീ അങ്ങ് ലണ്ടനിൽ പോയി പഠിച്ചോന്ന് പറഞ്ഞാലും നിനക്ക് വിവരം വയ്ക്കത്തില്ലടി. വിവരദോഷി. ആളുകൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്ന് പുച്ഛിക്കുന്നു. നിനക്ക് കാണണോടി നിന്റെ മോന്ത പിടിച്ചിട്ട് ഈ ചോറിനകത്ത് തുറയ്ക്കുന്നത്. കലമോളെ, വെറുതെ ചൊരുക്ക് ചൊരിയാനായിട്ട് നിക്കല്ലേ. കലമോള് സ്വന്തം കാര്യം നോക്കിപ്പോ. ദേ, എന്റെ വീട്ടുകാർ വന്നെങ്കിൽ അവർക്ക് ഞാനാ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. കലമോളുടെ അടുക്കളയിൽ നടത്ത ഭക്ഷണമൊന്നും അല്ല, ഞാൻ വെച്ചുണ്ടാക്കിയതാ. അതവര് കഴിക്കും, സന്തോഷമായിട്ട് പോകും. ഞങ്ങൾ എല്ലാരും കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് അങ്ങ് പോകും. കൊച്ചേ, പണ്ട് നീയും നിന്റെ ഭർത്താവും കൂടെ വന്ന് ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാ. അത് അന്തക്കാലം. ഇന്തക്കാലത്ത് ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ താല്പര്യമില്ല, പോകത്തുമില്ല. കൊച്ചതിനായിട്ട് മെനക്കെടണ്ട. നാണമില്ലാത്തവർക്ക് പിന്നെ എന്തും ആവാലോ. ഇറക്കി വിട്ടെടുത്തും വലിഞ്ഞു കയറി വന്ന് നക്കിക്കോളും. എന്താണ് നീ പറഞ്ഞത്?
അങ്ങനെ വലിഞ്ഞു കയറി വന്ന് നക്കുന്നവരല്ല ഞങ്ങള്. ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട വീടാ, ഞങ്ങളുടെ സീതയുടെ വീട്. ഇനിയൊരു അക്ഷരം നീ പറഞ്ഞാ ഈ കറിയെടുത്ത് നിന്റെ തലവഴി ഒഴിക്കും, പറഞ്ഞേക്കാം. കലമോളെ, മോള് മോളുടെ കാര്യം നോക്കിപ്പോ, അല്ലെങ്കിലേ സംഗതി ഭയങ്കര മോശമാകും. സംഗതി ഭയങ്കര മോശാവും. ചീനെ ഭയങ്കര കോന്തരയാവും, കോന്തര. തിന്ന് തിന്ന്, എല്ലാം കൂടെ തിന്ന്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. വാ നകുലേട്ടാ. എന്നാലും എന്തൊരു ജന്മോ ഈ കൊച്ചിന്റേത്. നീ അതൊന്നും നോക്കണ്ട പെങ്ങളെ, നീ ചോറുണ്ണ്, വയറ് നിറച്ചുണ്ണ്, എന്നിട്ട് അവൾക്ക് വലിയൊരു ഏമ്പക്കവും ഇട്ടിട്ടേ പോകാവൂ. അല്ല പിന്നെ അതെ അതെ, വയറ് നിറച്ചങ്ങോട്ട് തിന്നിട്ട് മേമ്പക്കം വീഴണം. അത് തന്നെ. 8 മണിക്കൂറെങ്കിലും പേഷ്യന്റിനോട് കിടന്നുറങ്ങാൻ പറയണം. അത് കമ്പൽസറിയാ. പകല് TV കാണുകയോ സംഗീതം കേൾക്കുകയോ ഒക്കെ വേണം. ഇതൊക്കെ പറയാറുണ്ട് ഡോക്ടർ. ബന്ധുക്കൾക്ക് എത്രയും വേഗം ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പോയാൽ മതിയെന്നാ. അല്ലെങ്കിലും രോഗികളെക്കാളും കുഴപ്പക്കാരവരുടെ ബന്ധുക്കൾ തന്നെയാ. പിടിവിട്ടുപോയ മനസ്സിനെ പഴയ രീതിയിലാക്കുക എന്നത് നിസ്സാര കാര്യമല്ല. ഹലോ ഡോക്ടർ. സിസ്റ്റർ ചെല്ല്, ഇരിക്കൂ. താങ്ക് യു ഡോക്ടർ. അമ്മയെ കാണാൻ വന്നതായിരിക്കും അല്ലേ? അമ്മയെ കൊണ്ടുപോവാനായൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഞാനിപ്പോ സിസ്റ്ററോട് പറഞ്ഞോണ്ടിരുന്നത് ഇതേ മാറ്റർ തന്നെ. അസുഖം ഭേദമായാലല്ലേ കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോ അമ്മയ്ക്കൊട്ടും കുറവില്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? എന്നല്ല, കുറവുണ്ട്. പക്ഷേ സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നിട്ടില്ല. അതാ. എന്നുവെച്ചാ? എല്ലാത്തിനോടും ഭയമാണ് ജലജകുമാരിക്കിപ്പോ. അന്ന് രാത്രി മനസ്സിൽ തട്ടിയ ഭീതി ഇതുവരെയായിട്ടും വിട്ടുമാറിയിട്ടില്ല എന്നർത്ഥം. അതങ്ങനെ തന്നെ മാറാതെ കിടക്കൂ? ഒരിക്കലുമില്ല. അതിനാണല്ലോ കൗൺസിലിംഗും മറ്റും. എനിക്ക് അമ്മയൊന്ന് കാണണമായിരുന്നു. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? കാണാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അധികം നേരം സംസാരിക്കരുത്. അസ്വസ്ഥത ഉണ്ടാക്കുന്ന പഴയ കാര്യങ്ങളൊന്നും പറയുകയേ അരുത്. ഇല്ല. ജലജകുമാരിയെ കാണാനാ മകളാ? ചെല്ലു. താങ്ക് യു ഡോക്ടർ. വെൽക്കം. വരൂ മാഡം. എനിക്കാരെയും പേടിയില്ല. എന്നെ ആരും പേടിപ്പിക്കാനും നോക്കണ്ട. ഞാൻ ഇനിയും ബാധയെ പിടിക്കാൻ ഇറങ്ങും. അമ്മേ. അയ്യോ ശാരദാമ്മ. അമ്മേ പോ, ദൂരെ പോ ശാരദാമ്മ, ദൂരെ പോ. ശാരദ അമ്മ അപ്പച്ചിയമ്മയൊന്നും അല്ല, ഇത് ഞാനാ, അമ്മയുടെ മോള് മതികല. ആഹാ, കുട്ടിമണിയായിരുന്നോ? നീ എന്നെ ഉപദ്രവിക്കാൻ വന്നതാണോ? കുട്ടിമണി പൊട്ടിമണിയൊന്നും അല്ല, ഇത് ഞാനാ, മതികല. ഇത്രയും മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞില്ലേ? ഇനി അമ്മയുടെ തലയുടെ മേളിൽ കൂടി ട്രാൻസ്ഫോമർ ഒരെണ്ണം വെക്കണം. ആഹാ, മോളായിരുന്നോടി? ചില സമയത്ത് എനിക്കങ്ങോട്ട് പിടി കിട്ടുന്നില്ല. മൊത്തത്തിലൊരു മങ്ങലാ കണ്ണില്. അത് മരുന്നിന്റെ ഒക്കെയാ, മാറിക്കോളും. ദേ, അമ്മ മറ്റുള്ളവർ കണക്കെ ഭ്രാന്ത് പറയാതിരുന്നാ മതി. അറിയാതെ വായിൽ വരുന്നതാ. അറിയാതെ എന്റെ വയിന്ന് വല്ലതൊക്കെ വരും കേട്ടോ. എന്നെ എന്നാടി മോളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്? കൊണ്ടുപോവാം, ഉടൻ തന്നെ അമ്മയെ കൊണ്ടുപോവാം. ഞാനിപ്പോ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാ വന്നത്. എന്താ? നിനക്കവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമല്ല, സഞ്ജുവിന്റെ ചേട്ടനെ ഇങ്ങോട്ടേക്ക് വരുത്താൻ തീരുമാനിച്ചു. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരും. നന്നായി, അവൻ തന്നെ വരണം. നമ്മുടെ എല്ലാ ശത്രുക്കൾക്കും എതിരെ ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ളവനാ. ശത്രുക്കളെ ഓരോരുത്തരെയായി തിരഞ്ഞു പിടിച്ച് കൊത്തി വിഴുങ്ങിക്കോളൂ അവൻ. ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത്, അച്ഛനെ കണ്ട് ഈ സന്തോഷ വാർത്ത പറയാൻ. അത് കേൾക്കുമ്പോ അങ്ങേരുടെ മുഖത്തുണ്ടാകുന്ന ഭയമുണ്ടല്ലോ, അതെനിക്ക് നേരിട്ടൊന്ന് കാണണം. അമ്മ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും. മിക്കവാറും 3-4 ദിവസത്തിനകം നമുക്ക് വീട്ടിൽ പോവാം. എന്റെ അച്ഛനെന്ന് പറയുന്ന ആളകത്തുണ്ടോ? അച്ഛനെന്ന് പറയുന്ന ആളകത്തുണ്ട്. പിള്ളേ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നതിനെതിരെ പറയരുത്. അങ്ങനെ പറഞ്ഞതല്ല, മോള് പറഞ്ഞ അനുസരിച്ച് ഒരു പ്രാസൊപ്പിച്ചങ്ങ് പറഞ്ഞു. വേണ്ട വേണ്ട, അധികം പ്രാസം ഒന്നും ഒപ്പിക്കണ്ട. നിങ്ങള് ഒത്തിരി പ്രയാസപ്പെടും. എന്നെ ഒന്നും ചെയ്യല്ലേ മോളെ.
അതെ, ഒന്ന് നിന്നേ. ഞാൻ വന്നത് കണ്ടില്ലേ? അതിന് ഞാനെന്ത് വേണം? ഹാ, വേണ്ട. പക്ഷേ വേറൊരാള് വരുന്നുണ്ട് ഉടനെ തന്നെ. അപ്പൊ എന്താന്ന് വെച്ചാ ചിലപ്പോ എണീറ്റ് നിക്കേണ്ടി വരും, ചിലപ്പോ മുട്ടുകാല് നിക്കേണ്ടി വരും, ചിലപ്പോ തറയെ കൂടി എഴയേണ്ടിയും വരും. നീ നിന്റെ പാട് നോക്കി പൊടി. നീ കിടന്ന് വാജ് ഓടിക്കാതെ. എനിക്കതിനൊന്നും നേരമില്ല. എനിക്ക് കമ്പനി പോകാനുള്ളതാ. ആ, പോണ വഴിക്ക് വല്ല പാണ്ടി ലോറിയും കേറി കഴിഞ്ഞാ അതോടെ തീർന്നില്ലേ എല്ലാം. സ്വന്തം തന്തയുടെ മരണത്തെ പറ്റി ഇത്ര കൃത്യമായി സംസാരിക്കാൻ ചങ്കുറപ്പുള്ളൊരു മോളെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. ഓ, നീ എന്നെ മുകളിലോട്ട് കയറ്റാനുള്ള വണ്ടിയായിട്ട് വന്നിരിക്കുകയാണോ? ആ, നിന്റെ അമ്മയുടെ ഭ്രാന്ത് കുറച്ച് നീ മേടിച്ചിട്ടാണോ വന്നത്? അവൾക്ക് ഭ്രാന്ത് കുറവുണ്ടോ? എന്റെ അമ്മയുടെ ഭ്രാന്ത് കുറഞ്ഞോളും. ഞാൻ ആശുപത്രി പോയിരുന്നു, അമ്മയോട് സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചില തീരുമാനങ്ങളും എടുത്തു. അതങ്ങ് മുഖതാവിൽ അറിയിക്കാൻ വേണ്ടി വന്നതാ. ആയിക്കോട്ടെ, രണ്ട് ഭ്രാന്തികൾ കൂടി എന്ത് തീരുമാനം എടുത്തത്? നിങ്ങൾ സംസാരിക്കുന്നത് സൂക്ഷിച്ചായിരിക്കണം. എനിക്ക് ഭ്രാന്തൊന്നും വരത്തില്ല. അങ്ങനെ പെട്ടെന്ന് ഇളകി പോകുന്ന മനസ്സൊന്നും അല്ല മതികളേടത്. എടേ, ഇതിൽ കൂടുതൽ അഹങ്കരിച്ച് പൊയ്ക്കാലിൽ കുതിര കളിച്ച് നടന്നവളാ നിന്റെ അമ്മ. എന്നിട്ടിപ്പോ എന്തായി? ഇനി ഇറങ്ങിക്കഴിഞ്ഞാലും ക്ലബിൽ അവൾ ചെന്നാൽ ആൾക്കാർ പേടിയോടെയല്ലേ നോക്കൂ. ഒരു പൊതുവേദിയിൽ നിന്ന് അവൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവളെ ആൾക്കാർ ഭീതിയോടെയല്ലേ നോക്കത്തുള്ളൂ. ഓ, അപ്പൊ എല്ലാവരുടെയും മുമ്പിൽ ഒരു വിചിത്ര ജീവിയായി മാണിക്യമംഗലത്തെ ജലജകുമാരി വീണു. പണ്ട് അവളുടെ വേഷഭൂഷാദികളിൽ ഉണ്ടായിരുന്നുള്ളൂ ഭ്രാന്ത്. ആ, ഇപ്പൊ സ്വഭാവത്തിലുമായി. ആ, എന്റെ പൊന്നുമോള് വന്ന കാര്യം പറ. നിങ്ങൾ ഉൾപ്പെടെയുള്ള എന്റെ ശത്രുക്കളെ എനിക്കെതിരെയുള്ള കളി മുറുക്കിയതുകൊണ്ട് ഞങ്ങൾ ഒരാളെ വരുത്താൻ തീരുമാനിച്ചു. ആരാ? പാകിസ്ഥാനിൽ നിന്ന് ദാവൂദ് ഇബ്രാഹിമാണോ? പാകിസ്ഥാന് ദാവൂദ് ഇബ്രാഹിം ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ വരാൻ പോകുന്നത് എന്റെ മൂത്ത മുറച്ചെറുക്കനാ, സഞ്ജയന്റെ ചേട്ടൻ. അവനെ എന്തിനാ വരുത്തുന്നേ? നീ കരുതും പോലെ അല്ല അവൻ. ഞാൻ കരുതുന്ന പോലെയൊന്നും അല്ല അങ്ങേര്. നിങ്ങൾ കരുതുന്ന പോലെയും അല്ല. വന്ന് പൊളിച്ചടുക്കി വാരിയിട്ട് പൊയ്ക്കോളും. മതികളെ, അത് അപകടമാണ്. അവൻ നീ കരുതുന്നതിനപ്പുറത്താണ്. ഇത് ആവശ്യമില്ലാത്ത തീരുമാനമാണ്. എനിക്കത് ആവശ്യമുള്ള തീരുമാനം തന്നെ. ഇനി എനിക്കും എന്റെ അമ്മയ്ക്കും തോൽക്കാൻ തീരെ താല്പര്യമില്ല. എന്തായാലും സഞ്ജയന്റെ ചേട്ടൻ വന്നിരിക്കും. നിങ്ങൾ ഇപ്പോഴേ തന്നെ ഒരു മൃത്യുഞ്ജയ ഹോമവും എല്ലാ ആഴ്ചയും നീരാഞ്ജനും ഒക്കെ അമ്പലത്തിൽ കഴിപ്പിച്ചു. കാരണം ശത്രുക്കളുടെ നിരയിൽ നിങ്ങളും ഉണ്ടല്ലോ. നിങ്ങളെ മാറ്റി നിർത്താനൊന്നും ഞാൻ പറയത്തില്ല. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ പോയി കാണും. ഇങ്ങോട്ട് വരാൻ പറയും. വന്ന് കഴിഞ്ഞ ബാക്കി പിന്നെ കണ്ടോ. ആ, പറയടാ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. എത്ര സമയം എന്ന് വെച്ചാൽ ഇങ്ങനെ അടച്ചുമൂടിയിരിക്കുന്നത്. ബൈക്കിൽ ഹെൽമെറ്റ് വെച്ച് പോകുന്നതുകൊണ്ട് ആരും തിരിച്ചറിയത്തൊന്നുമില്ല. ആ, ഞാനിവിടുത്തെ തോട്ടത്തിലെ വീട്ടിൽ തന്നെയുണ്ട്. ഹേയ്, അത്ര പെട്ടെന്നൊന്നും മനസ്സിനൊന്നും അവിടെ വരത്തില്ല. ഞാൻ ദൂരെ എന്നാ അവൻ്റെ ധാരണ. ഒളിച്ചാ ശത്രുവിൻ്റെ മൂക്കിൻ്റെ താഴെ തന്നെ ഒളിക്കണം. അതാ ബുദ്ധി. ശിവ, ആയുഷ്കാലം മുഴുവൻ ഒളിച്ചു കഴിയാന്ന് വിചാരിച്ചോ നീ? തിരുട്ട് നായ. എങ്ങനെ ഓടേ? നില്ലടാ. നില്ല്. നില്ലടാ. சொல்லலே. ஏய் சிவா, മനസ്സിലുണ്ട്. ശിവ കിട്ടി. നിൽക്കണം മൈലമ്മ. എവിടെ മൈലവൻ? മനസ്സിലുണ്ട്. അവൻ ഇതിനകത്ത് എവിടെ ഉണ്ട്? കാട് തലകീഴായി ഇളക്കിയിട്ടാണെങ്കിൽ ആ കള്ള പന്നീനൊന്ന് പിടിക്കണം. വാപിച്ചല നോക്കാം.
വിടരുതവനെ. വിക്രം